ഹലോ. അപ്പോൾ ഒരു പൊന്മുടി യാത്രയായാലോ? അതെ, കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാട്ടോ പൊന്മുടിയിലേക്കൊരു യാത്ര. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മാത്രം പ്രവേശനം അനുവദിച്ചിട്ടുള്ള അവിടുത്തെ വൈകുന്നേരത്തെ വൈബ് എൻജോയ് ചെയ്യാൻ ഉച്ചക്കാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടത്. കുറച്ച് ദൂരം യാത്ര ചെയ്ത് അങ്ങനെ നമ്മൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് പൊന്മുടിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഇനി അഥവാ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പേടിക്കണ്ട, കുറേ മുകളിൽ ചെല്ലുമ്പോൾ രണ്ടാമതൊരു ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ട്. ടിക്കറ്റ് എടുത്തോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ അവിടുന്ന് കടത്തി വിടുകയുള്ളൂ. താഴെ നിന്നും ടിക്കറ്റ് എടുക്കാതെ വന്നവർക്ക് അവിടെ നിന്നും ടിക്കറ്റ് നൽകുന്നതുമാണ്. അങ്ങനെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കടക്കുന്നതോടെ കാട്ടിലൂടെയുള്ള അടിപൊളി യാത്രയാണ് കേട്ടോ തുടങ്ങുന്നത്. കാടും മേടും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കാട്ടരുവികളും കുട്ടിക്കൊരങ്ങന്മാരെയും ഒക്കെ കണ്ട് കാടിന്റെ തണുപ്പും ശുദ്ധവായുവും മണവും എല്ലാം കൂടി നല്ലൊരു യാത്രയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ പൊന്മുടിയുടെ എൻട്രൻസ് എത്തുന്നത് വരെയും നല്ല കാഴ്ചകളാണെന്നതും പറയാതിരിക്കാൻ കഴിയും. പിന്നെ തേയിലത്തോട്ടങ്ങളുടെയും കാടിൻ്റെയും ഒക്കെ ഇടയിലുള്ള ഈ ഒരു യാത്ര കുറച്ചുകൂടി അടിപൊളിയാക്കാൻ അവിടെ ഇവിടെയായി കുറച്ച് ചായക്കടകളും ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന വഴി നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ ഏതായാലും വണ്ടി നിർത്തിയിട്ടോ. തേയിലത്തോട്ടത്തിന് ചേർന്നുള്ള വ്യൂ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലത്തിന്. വീഡിയോയിൽ എത്രമാത്രം അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ എത്രയോ ഭംഗിയുണ്ടായിരുന്നു. പൊന്മുടി യാത്രയിൽ അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളിൽ ഒന്നാട്ടോ ഇത്. എന്തായാലും ആ അവസരം ഞാൻ നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊന്മുടിയുടെ എൻട്രൻസ് എത്തുന്നത് വരെയും നല്ല കാഴ്ചകൾ തന്നെയാട്ടോ നിങ്ങൾക്ക് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ 1-2 സ്ഥലത്ത് കൂടി വണ്ടി നിർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചത്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ. താഴത്തെ ചെക്ക് പോസ്റ്റിന് ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ നിന്നാട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ആളൊന്നിന് 40 രൂപ വെച്ച് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 80 രൂപയും ഞങ്ങളുടെ ഐറ ബേബ്സിന് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. പിന്നെ ഈ ഐറ എന്നത് ഞങ്ങളുടെ ഈ വണ്ടി തന്നെയാണ് കേട്ടോ. അങ്ങനെ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാത്രയിലുടനീളം പൊന്മുടിയുടെ എൻട്രൻസ് എത്തുന്നത് വരെയും മനോഹരമായ കാഴ്ചകളാട്ടോ നിങ്ങളെ വരവേൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്മുടിയുടെ എൻട്രൻസ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു വ്യൂ പോയിന്റിലാണ് കേട്ടോ. പച്ച പരവതാനി വിരിച്ച മലയോരങ്ങളും അസ്തമയ സൂര്യനെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്ന മേഘങ്ങളും ആകാശവും ഒക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന യാത്രാപ്രേമികൾ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് KSRTCയുടെ സർവീസും അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ആ ആനവണ്ടിയുടെ പോക്കും കണ്ട് ഞങ്ങൾ നേരെ പൊന്മുടിയുടെ എൻട്രൻസിലേക്ക് കയറിയിട്ടോ. അപ്പം ഇതാണ് പൊന്മുടിയുടെ എൻട്രൻസ്. നമ്മുടെ ആനവണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഉല്ലാസയാത്രയുമായി വന്നതാണ്. അപ്പം വലത് ഭാഗത്ത് പാർക്കിംഗ്, ഇടത് ഭാഗത്തായി ചെറിയൊരു കഫറ്റേരിയയും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ആ ഒന്ന് മാത്രമേ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങുമില്ലാത്ത തിരക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നിട്ടും ക്യൂ നിന്ന് സമയം കളയാതെ ഞങ്ങൾ പൊന്മുടിയുടെ കവാടത്തിനുള്ളിലേക്ക് കടന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എന്തൊക്കെയായാലും എത്രയൊക്കെ തിരക്ക് വന്നാലും അതിനെയൊക്കെ വഹിക്കാനുള്ള കഴിവ് നമ്മുടെ പൊന്മുടിയിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ചു നേരം പൊന്മുടിയെ കുറിച്ച് സംസാരിച്ചാലോ? അതെ, അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നമ്മുടെ പൊന്മുടി കടൽനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. പൊന്മുടിയിലെ കാലാവസ്ഥ മിക്കവാറും എല്ലാ സമയത്തും തണുപ്പും മഞ്ഞും ഒക്കെ ഉൾപ്പെട്ടതാണ് കേട്ടോ. ഇനി നമ്മുടെ പൊന്മുടി എന്ന പേരിനെ കുറിച്ച് പറയുകയാണെങ്കിലേ ആ പേര് വന്നതിന്റെ പിന്നിൽ കുറച്ച് ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്ന പേര് വന്നെന്ന് കാണിക്കാരായ ആദിവാസികൾ വിശ്വസിക്കുന്നു. എന്നാൽ പേരിന്റെ യഥാർത്ഥ കാരണം മറ്റൊന്നാണെന്നാണ് നമ്മുടെ ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ബുദ്ധ ജൈന സംസ്കാരമാണ് ഈ പേരുണ്ടാവാനുള്ള യഥാർത്ഥ കാരണമെന്നാണ് കേട്ടോ അവരഭിപ്രായപ്പെടുന്നത്. അതായത് ബൗദ്ധരും ജൈനരും തങ്ങളുടെ ദേവനെ പൊന്നേര് ദേവൻ, പൊന്നേർ കോൻ എന്നും മറ്റും വിളിച്ചിരുന്നതിൽ നിന്നാണ് ഈ മലക്ക് പൊന്മുടി എന്ന പേര് വന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ പൊന്മുടി, പൊന്നമ്പലമേട്, പൊന്നാമല, പൊന്മന തുടങ്ങിയ പേരുകളും ഇത്തരത്തിലുണ്ടായവയാണെന്നും മറ്റൊരു വാദമുണ്ട് കേട്ടോ. എന്നാൽ ബുദ്ധ ജൈന സംസ്കാരങ്ങൾ പൊന്മുടിയിൽ നിലനിന്നിരുന്നു എന്നതിന് ശക്തമായ മറ്റ് തെളിവുകളുടെ കുറവും കൂടി ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും പൊന്മുടിയെ കുറിച്ച് കൂടുതൽ അറിവുകളൊന്നും ഇല്ല കേട്ടോ.
ഗൂഗിളിൽ നിന്നും കിട്ടിയ കുറച്ച് അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അങ്ങനെ കുറച്ചു നേരം നമ്മുടെ പൊന്മുടിയുടെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങളിതേ വീട്ടിലോട്ട് തിരിക്കുവാണ് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ നല്ല ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ദേ ഇപ്പൊ തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങളും ദേ ഈ ബ്ലോക്കിൽ പെട്ടുപോയിട്ടോ. എങ്കിലും 2 വീലർ ആയതുകൊണ്ട് എങ്ങനെയൊക്കെയോ പഴഞ്ഞും ദേ ബ്ലോക്കിനൊക്കെ കടന്നിട്ടുണ്ട്. ഇനി ഒരു കൊച്ചു കാര്യം കൂടി പറയട്ടെ. അപ്പോഴേ ഞങ്ങൾ ഈ യാത്ര പോയത് കഴിഞ്ഞ ഡിസംബറിലാണ് കേട്ടോ. അതായത് 2024 ഡിസംബറിൽ. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഓർമ്മയാണ് കേട്ടോ ഈ ഒരു യാത്ര. ട്രിവാൻഡ്രത്ത് നിന്നും ഞങ്ങളുടെ സ്വന്തം നാടായ കണ്ണൂരിലേക്ക് ഷിഫ്റ്റ് ആയത് പെട്ടെന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഷിഫ്റ്റിങ്ങിന്റെ തിരക്കിൽപ്പെട്ട് എഡിറ്റിംഗ് കംപ്ലീറ്റ് ആകാൻ വൈകിയൊരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു ചായപ്പൊടിയും വാങ്ങി പൊന്മുടിയോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിക്കുവാണ് കേട്ടോ. അപ്പം ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.